എല്ലാവർക്കും ഒരു നല്ല മരണം തരണേ അല്ലാ. ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോ വെള്ളിയാഴ്ച രാവിലെ തൗബ ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. സംഘാടകരെ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്തിനു വേണ്ടിയാ? അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയല്ലോ, പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു ഭവനത്തിന് വേണ്ടിയല്ലോ. പടച്ചവനെ പൈസ കൊടുത്തില്ലെങ്കിലും ഒരാൾ എഴുന്നേറ്റ് പോകരുത്. അല്ലാഹുവേ നല്ല ഒരു നിയ്യത്തോടെ പടച്ചറപ്പിന് വേണ്ടിയാണെന്നുള്ള ചിന്തയോടെ അല്ലാഹുവേ എനിക്കൊരു നല്ല മരണം തരണേ എന്ന നിയ്യത്തോടെ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ ചെയ്യൂ അല്ലാഹുവേ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു അവർക്ക് നീ ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാ. ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാ. അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും അറുത്ത് മുറിക്കുന്ന മാരക രോഗങ്ങളോ ക്യാൻസറോ ട്യൂമറോ അതുപോലെ തകർന്നിരിക്കുന്ന രോഗങ്ങളോ ഏതെങ്കിലും മാറാ രോഗത്തിന്റെ നിൽക്കുന്നവരുടെ ശരീരത്തിലുണ്ടോ അല്ലാഹുവേ സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ച് കളയണേ അല്ലാ. നീ കരിച്ച് കളയണേ അല്ലാ. സർവ വിപത്തുകളും മാറ്റണേ അല്ലാ. സർവ മുസീബത്തുകളും തട്ടി മാറ്റണേ അല്ലാ. സർവ സുഹൃത്തുക്കളും ബാധിരാക്കണേ അല്ലാ. പഠിച്ചവര് ആരാണോ മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നത് ഈ കൊടുക്കുന്നവർക്ക് മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗം കണ്ട് മരിക്കാൻ എനിക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ കൊടുക്കുന്നു നീ അവരെ കൈവിടല്ലേ അല്ലാ. നീ അവരെ കൈവിടല്ലേ അല്ലാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ അല്ലാഹുവേ എന്റെ സർവ്വ ശർറും മുസീബത്തും സർവ്വതും അല്ലാഹുവേ ഇന്നത്തോടുകൂടി നീ എനിക്ക് മാറ്റിത്തരണമെന്നൊരു നിയ്യത്തോടെ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്. പടച്ചറബിനെ പേടിച്ച് ജീവിക്ക്. പടച്ചറബിനെ പേടിക്കുന്നവന് അല്ലാഹു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ നല്ല കാര്യം എന്തെന്നറിയുമോ? ഒരു നല്ല മരണം കിട്ടാൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം വേണോ? ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം വേണോ? എന്റെ പ്രിയമുള്ള സഹോദരാ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല മരണം കിട്ടാനുള്ള രണ്ടാമത്തെ കാര്യമെന്താ? പ്രഭാത സമയങ്ങളിലുള്ള ഇബാദത്തുണ്ടല്ലോ, വെളുപ്പാങ്കാല സമയത്തുള്ള ഇബാദത്തുകളുണ്ടല്ലോ. രാവിലെ സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്നവരുണ്ട്. സുബ്ഹി ജമാഅത്തായി നമസ്കരിക്കുന്നവരുണ്ട്. അത് കഴിഞ്ഞ് പടച്ചവരെ സ്വീകരിക്കുന്ന സമയം വരെ നിസ്കാരപ്പായിൽ നിന്നുകൊണ്ട് ദിക്റ് പറയുന്നവരുണ്ടല്ലോ. അവർക്ക് പടച്ചറപ്പ് നല്ല ഒരു മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമസ്കരിക്കുന്നവർക്ക് നല്ല മരണം കൊടുക്കുമെന്ന്. നമസ്കരിക്കുന്നവർക്ക് നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ നിനക്കല്ല നല്ല മരണം തരുമെന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ.